അറിയാൻ കഴിയുന്നതല്ല, രാജി സമർപ്പിച്ചല്ലോ, പിന്നെന്താ? ഒന്നും പറയാനില്ല. അതൊക്കെ അമ്മയുടെ ഭാരവാഹികൾ പറയും. മറ്റന്നാൾ അവർ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കൂടുന്നുണ്ടെന്ന് പറഞ്ഞു, ജഗദീശ് തന്നെ പറഞ്ഞു. അതിനുശേഷം അവർ പറയട്ടെ. ഞാൻ വെറും ഒരു മെമ്പറാണ്, എനിക്ക് പറയാനുള്ള അവകാശമോ അധികാരവും ഇല്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും അത് വ്യക്തിപരമായാണ്, ഞങ്ങൾ ഇതുമായിട്ട് ഒരു ബന്ധമില്ലെന്ന്. അത് കേൾക്കണോ നിങ്ങൾക്ക്? അതൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ അമ്മയുടെ മെമ്പറായിരുന്ന അല്ലെങ്കിൽ ഭാരവാഹിയായിരുന്ന സമയത്ത് ഒരുപാട് പ്രസ് കോൺഫറൻസിനെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. അപ്പോഴും നമ്മുടെ അമ്മയ്ക്ക് എന്താ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എനിക്കതിനുള്ള അവകാശമില്ല. അല്ല, അതുകൊണ്ട് അങ്ങനെ വ്യക്തമായിട്ട് പറയണമെന്നില്ല. നിങ്ങൾ ഇത്രയും പേര് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. ഒരു തരത്തിലും രാജിവെച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ എന്താണ്, അതനുസരിച്ച് മുന്നോട്ട് പോട്ടെ. അല്ലാതെ എനിക്കെന്തോ വ്യക്തിപരമായിട്ടുള്ള അത് ഇന്നലെ 15 മിനിറ്റ് ഞാൻ എല്ലാം പറഞ്ഞു. എല്ലാ ദിവസവും മണിക്കൂർ ഇങ്ങനെ പറയും, സെയിം തന്നെ എന്ന് പറഞ്ഞാൽ റെപ്പറ്റീഷൻ ആവത്തില്ല. തീർച്ചയായിട്ടും അത് ഇന്നലെ ഞാൻ പറഞ്ഞു. ഏതൊക്കെ തരത്തിൽ അന്വേഷണം വരണം അത് അന്വേഷിച്ചിട്ട് ഞാൻ ഇന്നലെ എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞു, എൻ്റെ കുടുംബത്തിൽ നിന്നുള്ള കലാകാരികളെക്കുറിച്ച് പറഞ്ഞു. എല്ലാം ഞാൻ പറഞ്ഞതാണ്. അവർക്കൊന്നും ഒരു ദോഷവും വരാത്ത തരത്തിൽ മുന്നോട്ട് പോകണം. എല്ലാ സ്ത്രീകൾക്കും അവർക്ക് ഒരു പ്രയാസവും, സിനിമ മാത്രമല്ല എല്ലാ സ്ഥലത്തും. അതാണ് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞത്. ഇപ്പോൾ ആരെങ്കിലും സിനിമയിൽ മാത്രമാണെന്നല്ല, ഏത് സ്ഥലത്ത് കേരളം ഒരു മാതൃകയാവണം. അത് മാത്രമാണ് എനിക്ക് പറയാൻ.